ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ ഒരു വോക്കിന് ഇറങ്ങിയേക്കുവാണ്. ഹോസ്റ്റലിലിരുന്ന് ബോറടിച്ചത് കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അല്ലേ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ പുറകെ കാണാം. ഓക്കെ, വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണേ. ഞാൻ വീട്ടിൽ പോരുന്ന സമയം കൊണ്ട് ഇവരൊക്കെ ഹോസ്റ്റലിനടുത്തൊരു ഹിഡൻ സ്പോട്ട് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. ഞാനവിടെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഹോസ്റ്റലിൽ നിന്ന് ആകെ ഒരു 5-10 മിനിറ്റ് നടക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ സ്ഥലത്തേക്ക്. ഒരുപാട് ഇടവഴികളിൽ കൂടെയാണ് പോയതെങ്കിലും അല്പം അഡ്വഞ്ചർ എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ അവസാനം നടന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നേ. ദൂരേന്ന് തന്നെ നമുക്ക് ആ സ്ഥലത്തിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് കാളക്കുട്ടന്മാരെയും പശുക്കുട്ടന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരാ പറഞ്ഞ തിരുവല്ലയിൽ കാണാൻ സ്ഥലങ്ങളില്ല എന്ന്? കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നേ. ഫോട്ടോഷൂട്ട് നടത്താനായാലും അല്പനേരം സമാധാനത്തോടെ വന്ന് സൺസെറ്റ് കാണാനായാലും ഒരു പറ്റിയ സ്ഥലം തന്നെയായിരുന്നു. പറഞ്ഞതുപോലെ ഞങ്ങൾ തിരുവല്ല വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവാറായി. എന്നിട്ട് ഇതുവരെ ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ചില്ലല്ലോ എന്നതാണ് ഞങ്ങളുടെ സങ്കടം. അങ്ങനെ കുറച്ചു നേരം കൂടെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തുകലശ്ശേരിയിലോട്ട് പോയേ. അവിടുത്തെ ഐസ് ലോഫ്റ്റിൽ കയറി ഞങ്ങൾ 4 പേര് 10ന്റെ ഓരോ ഐസ്ക്രീം അങ്ങ് വാങ്ങി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാനും ആനിയും കുറച്ച് പൂവൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് തന്നെ പോയി. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറിച്ച പൂവ് ഞങ്ങൾ അവിടെ കൊണ്ടങ്ങ് വെച്ചു. സ്ഥലം ഏതാണെന്ന് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.